S25 അൾട്രന്റെ ഓഫർ ആയിട്ട് വന്നിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് വില കുറച്ചിട്ട് സാധനം കൊണ്ടുവരുന്ന 10 ദിവസം തേഞ്ഞിട്ടില്ല, വെറും 5 ദിവസം കൊണ്ട് വില കുറവിന്റെ പൊടി പൂരം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ S25 അൾട്ര മാത്രമല്ല, ഐഫോണൊക്കെ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത വില കുറവ് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ആദ്യം പോയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ചാനൽ ഫോളോ ചെയ്ത് കമന്റ് ഇടുന്നതൊക്കെ മാത്രമേ ഈ റേറ്റ് തരുള്ളൂ. ഇത്രയും നല്ല ഓഫറും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് കമന്റ് ഒക്കെ ഇട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ചൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും. എന്നാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓഫേഴ്സും കാര്യം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോ തന്നെ പോവാം. തങ്ങളെ നമുക്ക് S25 അൾട്രന്റെ ആദ്യം തന്നെ വില പറയാം. അതിന്റെ പറഞ്ഞിട്ട് തുടങ്ങാം. സ്റ്റോറിലെ റേറ്റ് 256 റേറ്റ് 5099. ഓക്കെ, 256 GB ആ റേറ്റിൽ നിങ്ങൾക്ക് 1 TB കൊടുക്കാൻ പറ്റും. 512 അല്ല, 1 TB. അതിലും കുറച്ച് കൊടുക്കാം. നമുക്ക് അതിലും കുറച്ച് കൊടുക്കാം. TR തന്നെ UAE ഒഫീഷ്യൽ സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റോറിനാക്കാട്ടും. അതായത് 256 റേറ്റ് 5099 ആണ്. അതിലും കുറച്ചിട്ട് 256 വേണ്ട, 512 വേണ്ട, 1 TB നമുക്ക് കൊടുക്കാം. അതിലും കുറച്ചിട്ട് എത്ര കൊടുക്കാം? 4999. അതിനകത്ത് 100 ദിർഹംസ് കുറച്ചിട്ട് 1 TB. 4999 ദിർഹംസിന് 1 TB ആണ് തരുന്നത്. 1 TB നിങ്ങൾക്ക് 4900 ഒരുപാട് സ്റ്റോക്ക് വന്ന് കിടക്കുന്നുണ്ട്. എല്ലാ സ്റ്റോക്കും വന്നിട്ടുണ്ട്. 1 TB ആണ് വരുന്നത്. അതിന് 512 ആണെങ്കിലോ 4450. 4450. 4450 ദിർഹംസിന് 512. പോട്ടെ 256 ആണെങ്കിലോ 3900. സ്റ്റോറിനകത്ത് 1200 ദിർഹംസ് കുറവ്. 1200 ദിർഹംസ് കുറച്ചിട്ട് നിങ്ങൾക്ക് 3900 ദിർഹംസിന് സാംസങ് S25 അൾട്രാണ് തരാൻ. അതും TDR ഒഫീഷ്യൽ സ്റ്റോക്കാണ് തരുന്നത്. ഇതിലും നല്ല ഓഫർ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, അതൊക്കെ നമുക്ക് 24ലേക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം? 24 കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കാം? 2800. 256. 512 ആണെങ്കിലോ 512 ആണെങ്കിൽ 3300. 3300 കുറഞ്ഞു. 3300. 512 നല്ല റേറ്റ് ആണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഓഫർ ഇട്ടത് 3450 ദിർഹംസിനാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ 1 TB എത്ര കൊടുക്കാം? 1 TB 4500. 1 TB അത് എടുക്കാൻ ഇപ്പൊ മാർക്കറ്റ് ഷോർട്ടാണ്. ഓക്കെ, 4500 ഉണ്ട്. പക്ഷെ അത് ഇത് പക്ഷെ ഇത് പ്രത്യേകം പറയുന്നത് വെച്ചാൽ നമ്മളെ ഫോളോവേഴ്സിന് മാത്രമുള്ള പ്രൈസ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്യാം. ഫോളോവേഴ്സിനാണ് ഈ റേറ്റ്. കമന്റ് ഇടുന്നോലിക്ക് കമന്റ് ഇടാൻ മടി കാണിക്കുന്നത്. കമന്റ് ഇടുമാണ് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അത് 23 അൾട്രക്ക് പോകണമെങ്കിലോ 23 അൾട്രക്ക് നമ്മൾ 2375 തന്നെ കൊടുക്കാം. 2375. 256. 512 ആണെങ്കിലോ 512 2950. 1 TB 3200. 3250. ഓക്കെ, 3200 കൊടുക്കാം. 3200. സാംസങ് നമ്മൾ ഏകദേശം പറഞ്ഞു. അങ്ങനെ നമുക്ക് ഐഫോണിലേക്ക് ചെറിയ മോഡൽ പെട്ടെന്ന് പറഞ്ഞാൽ 12 കൊടുത്തേക്ക് നമ്മള് കൊടുക്കാം. 1450. 1450. 12 13 ആണെങ്കിലോ 1650. ഇതുവരെ കുറച്ചില്ല നമ്മള്. നല്ല റേറ്റ്. നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമുള്ള പ്രൈസ് ആണ്. 150 ദിർഹംസിന് അതും 13 ബ്രാൻഡ് ന്യൂ ആണ്. 128. 256 ആണ് 2100 കൊടുക്കാം. 2150. 100 കൊടുക്കാം. 2100 ദിർഹംസിന് ഐഫോൺ 13 256. 14 ആണെങ്കിലോ 14 ഇപ്പൊ എടുക്കാതിരിക്കാം. 2250. 2250 ദിർഹംസിന് 15 ഉണ്ട് കേട്ടോ. 128. 256 ആണെങ്കിലോ 256 2650 കൊടുക്കാം. 2650 നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് നേരെ നമുക്ക് കൂടുതൽ പറയാം. നേരെ 60ലേക്ക് 15 പ്ലസ് 2500 കൊടുത്തേക്ക്. 2500 ദിർഹംസിന് 128. 2500 ബിഗ് സ്ക്രീൻ ആയിരിക്കും കാണുന്നത്. 2500 കൊടുക്കാം. 16 നമുക്ക് നല്ല വില കൊടുക്കാം. 2575. 2575. കുറച്ച് മക്കളെ 2575 ദിർഹംസിന് ഐഫോൺ 16 അൾട്ര ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് വില കുറഞ്ഞോ ചോദിക്കില്ല. ഇതാ വില കുറയാൻ തുടങ്ങിയാണ് മക്കളെ. ഐഫോണിന് വില കുറഞ്ഞു. 16 256 ആണ് 3000 കൊടുത്താൽ 3000 ദിർഹംസിന് 256 GB. 3000 ദിർഹംസിന് 256 GB ഐഫോൺ 60 തരുന്നുണ്ട്. 16 പ്ലസ് ആണെങ്കിലോ 3050 കൊടുക്കാം. 3050. 3080 3050 ദിർഹംസിന് നിങ്ങൾക്ക് 128 60 പ്ലസ് 256 ആണെങ്കിലോ 3400 നിങ്ങൾക്ക് 256 GB കിട്ടും. ഓക്കെ, നമുക്ക് 16 പ്രോയിലേക്ക് പോകണമെങ്കിലോ 16 പ്രോ അടുത്തേക്ക് 128 3500. 3500 128 കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് 3500 128. 3500 ദിർഹംസിന് 128. അതിന് 256 ആണെങ്കിൽ 3800. 3800. നമുക്ക് TR നമുക്ക് വില കുറച്ചും കൊടുത്താൽ TR ഒരുപാട് ആൾക്കാർ സംശയം. ഇപ്പം പറഞ്ഞത് നമ്മൾ ജപ്പാനാണ്. TR ഒക്കെ നമുക്ക് 3900. 256.
3900 എവിടെയും കിട്ടാത്ത പ്രൈസ്. 3900 ദിർഹംസിന് TRS സ്റ്റോക്ക് ഒഫീഷ്യൽ സ്റ്റോക്ക് ഇരുന്നത് വെറും 3900 ദിർഹംസിന്, അത് 256 GB. ഓക്കെ, അത് തന്നെയാണെങ്കിൽ നമുക്ക് ഹോങ്കോങ് എടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കും? ഹോങ്കോങ് 4175 4175 4175 ഹോങ്കോങ് ഡബിൾ സിം ആണെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. വേറൊരു സാധനം ഉണ്ട്, ഇത് ആരും മറന്നു വേണ്ട. നമ്മള് എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റ്. ഒരു 15 Pro Max സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ എത്ര എങ്ങനെയായാലും ഒരു 3300 3500 റേറ്റ് ആ റേറ്റ് വരുന്നുണ്ട്. 3700 നമുക്ക് ബോക്സ് പീസ് 15 Pro Max 256 TRS സ്റ്റോക്ക് 1 ഇയർ ഇന്റർനാഷണൽ വാറന്റിയുള്ള സാധനമാണ്. വെറും 3700 ദിർഹംസിന് അടിപൊളി കിഡ് ഓഫറാണ്. ഇനി അതിന്റെ 512 ആണെങ്കിൽ 4350 കൊടുക്കാം. 4350 4350 ദിർഹംസിന് 512. നല്ല ടോപ്പ് റേറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ മുന്നേ വീഡിയോ ഒക്കെ പറഞ്ഞതാണ്. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ AI ഫീച്ചറാണ് മെയിൻ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 15 വരെ കിട്ടൂല, 15 Pro മുതൽ മേലോട്ട് കിട്ടും. അവിടെ ഇനി നിങ്ങൾ എടുക്കുമ്പോൾ പരമാവധി കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടി കൂട്ടിയിട്ട് പരമാവധി 15 Pro മുതൽ മുകളിലോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൽ മാത്രമേ AI ഫീച്ചർ കിട്ടും. ഇപ്പോൾ ഇറങ്ങിയ മൊബൈൽ ഏതായിരുന്നു, നിങ്ങൾ ഇപ്പോൾ 25 ഇറങ്ങിയിരിക്കുകയാണെങ്കിലും അതല്ല, ഇനി ചെറിയ മോഡലൊക്കെ ഇറങ്ങുന്നതൊക്കെ AI ഫീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പക്ഷേ ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 15 Pro മുതൽ മുകളിലോട്ടേ AI ഫീച്ചർ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ബാക്കിയൊക്കെ വേണ്ടാന്നല്ല, പക്ഷേ AI കുറച്ചും കൂടി ഇനി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ജനറേഷനൊക്കെ മാറാണ്. അപ്പോൾ കാലം മാറുമ്പോൾ കോലം മാറണമെന്നാണല്ലോ. അപ്പോൾ കോലം മാറിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ പരമാവധി കുറച്ചും കൂടി ബഡ്ജറ്റ് ഫോൺ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, 16 Pro 512 പോവാം. 16 Pro 512 എത്ര കൊടുക്കാം? 4400 കൊടുക്കാം. 4400 512 GB 512. അതിന് TR ആണെങ്കിലോ? അതിന്റെ TR ആണെങ്കിൽ വലിയ ഡിഫറൻറ്റ് ഉണ്ട്. 4900 4800 ഉണ്ട്. 4400 4900 500 ദിർഹംസിന് അത്ര 800 വ്യത്യാസം ഉണ്ട്. 400 ദിർഹംസിന്റെ വ്യത്യാസം ഉള്ളത് തുറന്നു പറയാണ്. കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരു വില വീഡിയോയിൽ ഒരു വില അങ്ങനത്തില്ല, എത്രയാണ് ഡിഫറൻറ്റ് ഉള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 1 TB 5200 കൊടുക്കാം. 5200 കൊടുക്കാം. 5200 ദിർഹംസിന് 1 TB കൊടുക്കാം. അതിന് Pro Maxലേക്ക് പോകണം. Pro Max ആണ് നമ്മളിപ്പോ പൊളിച്ചാളിരുന്നത്. 4150 4150. ഏത് ജപ്പാൻ കൊടുക്കാം. 4150. ഇനിയിപ്പോ 100 ദിർഹംസ് കൂട്ടി കഴിഞ്ഞാൽ 4250 നമുക്ക് കൊടുക്കാം. പക്ക നമ്മൾ 4300 ആണ്. ഇതിപ്പോ നമ്മളെ ചാനലിലാണ് 4300 ഇന്നലെ വരെ ഓഫർ കൊടുത്തത്. ഇന്ന് നമ്മൾ എന്താക്കുന്നത് ചാനലിലേക്കുള്ള പ്രൈസ് അല്ല, അപ്പൊ 50 നഷ്ടം വരില്ല. ഒന്നും നോക്കണ്ട. ഓക്കെ, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത കസ്റ്റമറിന് സ്പെഷ്യൽ പ്രൈസിലാണ് TRS സ്റ്റോക്ക് കൊടുക്കുന്നത്. വെറും 4250 ആണ്. 256 GB. ഓക്കെ, അതിന് 512 നമുക്ക് 4950 കൊടുക്കാം. TR 4950 കുറച്ച്. അപ്പൊ ജപ്പാനോ? ജപ്പാന് 4750 ജപ്പാന്. TR 512 GB ആണ്. 4950 എന്ന് പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ TRന്റെ സ്റ്റോക്ക് ഒഫീഷ്യൽ റേറ്റ് വരുന്നത് 5950 ആണ്. അതിലും 1000 ദിർഹംസ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് 4950 512 GB ഒറിജിനൽ സാധനം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആരോ ഞങ്ങളെ ഷോപ്പ് ചോദിച്ചു വരുമ്പോൾ ആരോ പറഞ്ഞു. കാരണം നിങ്ങളത് പൈസ പിടിക്കാൻ വേണ്ടി പേടിപ്പിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. അവിടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കിട്ടുന്ന അങ്ങനത്തെ പരിപാടിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത്. അതായത് നിങ്ങൾക്ക് ജപ്പാനാണ്. ജപ്പാൻ ഇത് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, അവർക്ക് കസ്റ്റമർ ചെക്ക് ചെയ്യാം. കസ്റ്റമർ നിങ്ങൾക്ക് തന്നെ ആപ്പിൾ സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ആപ്പിൾ വാറന്റി ചെക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു IME കാണിക്കുന്നുണ്ട്. ആ IME അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആണോ നോൺ ആക്റ്റീവ് ആണോ ഇതിലൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റൂല. പിന്നെ ആകെ ചെയ്യാൻ പറ്റും ആപ്പിൾ ഫോൺ. ആപ്പിളിന് തീരെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം. എൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ എവിടെ പോയി വാങ്ങുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിൾ എടുക്കുക. എന്നിട്ട് അതിൽ ആപ്പിൾ വാറന്റി ചെക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രൈസ് എന്തായാലും ഗ്യാരണ്ടി പ്രൈസ് ആണ്. പരമാവധി നിങ്ങൾ മൊബൈൽ ഷോപ്പ് കയറിയിട്ട് ഞങ്ങൾ അഡ്രസ് ചോദിക്കാൻ നിൽക്കുക. വേറെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു. കാരണം ഞങ്ങളടുത്ത് ഏറ്റവും വലിയ ശത്രു ഇപ്പം പറയുന്നത് മൊബൈൽ ഷോപ്പ് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ ഇപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഷോപ്പുകാർക്കൊക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന റേറ്റ് ആണ്. നിങ്ങൾക്ക് റീറ്റെയിൽ കസ്റ്റമറും അതേ റേറ്റ് ആണ്. ഞങ്ങൾക്ക് ക്വാണ്ടിറ്റിയാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് വിഷയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഹോൾസെയിൽ റേറ്റിൽ കസ്റ്റമർ കൊടുക്കുകയാണ്. പക്ഷേ ചെറിയ ഷോപ്പുകാർക്ക് അതൊരു വിഷമമായി മാറിയിട്ടുണ്ട്. കാരണം അവർ നല്ല റേറ്റിനൊക്കെ വിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ ഓഫർ ഇടുന്ന കാരണത്താൽ അവർക്ക് ഓഫർ ഇടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇട്ടാൽ മാത്രമാണ് ചില ആൾക്കാർ ഓഫറിനെ പറ്റി ആലോചിക്കുന്ന പോലെ. ചിലപ്പോൾ അതിൽ 5 രൂപയൊക്കെ ചിലപ്പോൾ കുറച്ചിട്ടൊക്കെ ഇടുന്ന കാണാം. ഞങ്ങൾ ഇട്ടതിന് ശേഷം അതുവരെ ഇടില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അവരിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണാം 1 ദിർഹംസ് 5 ദിർഹംസ് ഒക്കെ കുറച്ചിട്ട് ഒരു കളി കളിക്കുന്നത്. കാരണം അവർ അതുവരെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്ക് നമ്മളാണ് പ്രൈസ് അപ്ഡേറ്റ് കൊടുക്കുകയും ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട്. പക്ഷേ പല വീഡിയോ യൂട്യൂബ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ
ഇട്ടതിന്റെ കറക്റ്റ് ബേക്ക് തന്നെ പോയിട്ട് 1 dirhams 5 dirhams കാരണം അതുവരെ അവർ കുറക്കൂല. അവർ മാക്സിമം കസ്റ്റമർ പിടിക്കും. നമ്മൾ കുറച്ച് കാണുമ്പോൾ അപ്പം തക്കും. അപ്പൊ അതുവരെ കസ്റ്റമർ എത്രത്തോളം പിയാന്നാണ് അവർ ശ്രദ്ധിക്കുന്നത്. നമ്മൾ പരമാവധി നിങ്ങൾ അറിയുന്നതാണ്. അത് ടിക്ടോക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏത് ചാനലിലായാലും അപ്ഡേറ്റ് എങ്ങനെയാണ് ലേറ്റസ്റ്റ് റേറ്റ് വരുന്നത് അപ്പം തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് പഴയ റേറ്റ് പുതിയ റേറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു റേറ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് റേറ്റ് തരുന്നേക്കും. നിങ്ങൾ പല ആൾ വാങ്ങിയതാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ 1 TB നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1 TB നമ്മൾ പറഞ്ഞില്ല 512 വണ്ടി എത്ര കൊടുക്കാം? 5600 ജപ്പാൻ കൊടുക്കാം. 5600 ജപ്പാൻ. TR ആണെങ്കിലോ 5800 അങ്ങനെ 1 TB കൊടുക്കാം. അപ്പൊ നമ്മൾ ഏകദേശം പറഞ്ഞതാണ് തോന്നുന്നില്ല. ബാക്കി ചെറിയ മോഡലൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് നല്ല പ്രൈസ് കിട്ടും. ഐഫോൺ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മൾ സ്പെഷ്യൽ പ്രൈസ്. ഐഫോൺ നമുക്ക് ജപ്പാനി, അതുപോലെ ഇന്ത്യ, ഹോങ്കോങ്, TRI ഇതൊക്കെ നമ്മളിത് അവൈലബിൾ ആണ്. ഇനി അതേ സ്ഥാനത്ത് ഇങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ സാംസങ് മുതൽ വേറെ ഏത് കമ്പനി എടുത്താലും ഒരൊറ്റ കമ്പനി സാധനം കിട്ടുള്ളൂ, TRI മാത്രം. അത് പ്രത്യേകം പറയാം. നിങ്ങൾ ഇപ്പോൾ സാംസങ് കാര്യമൊക്കെ ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ വില കുറവ് കാണുമ്പോൾ 2 കാര്യം നോക്കണം. ഇപ്പൊ നമുക്ക് ഒരു കംപ്ലൈന്റ് പീസ് വന്നിരുന്നു, ഒരു കസ്റ്റമർ വന്നത്. അതായത് പുറത്തുനിന്ന് എടുത്ത സമയത്ത് അവർക്ക് TRI എന്നൊക്കെ കാണിച്ചു, ബോക്സിൽ TRI ഉള്ളത് ഓപ്പൺ ആക്കുമ്പോൾ TRI കാണിച്ചു. പക്ഷെ നെറ്റ് അങ്ങ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ TRI കാണുന്നില്ല. കാരണം എല്ലാം ബോക്സും എല്ലാം TRI ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കസ്റ്റമർ വിളിച്ചു വെച്ചാൽ ഞങ്ങളെക്കാട്ടെ 20 dirhams കുറച്ചിട്ട് ആരും ഓഫർ ഇട്ട് ഞങ്ങൾ ഓഫർ ഇട്ടതിന് ശേഷം അതിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ട് കേബിൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാം. കാരണം പരമാവധി നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് ഇടുന്നത്. അതിലും കുറച്ചിട്ട സമയത്ത് ഒരു ഹിന്ദി കസ്റ്റമറാണ് വിളിച്ചത്. ആ വിളിച്ച ടൈമിൽ അവൻ പറയുന്നത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് സാധനമായിട്ട് സിം ലോക്ക് ആയിട്ട് 2 മാസത്തിന് ശേഷം. കാരണം ഞങ്ങൾ ആ IMEI ഒക്കെ ചെക്ക് ചെയ്ത് IMEI ചെക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വാങ്ങിക്കില്ല. ലാസ്റ്റ് വാങ്ങിയത് അവൻ വേറെ ആളെ കൊണ്ട് വാങ്ങിച്ചാണ്. അവനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ ഇന്ന ഷോപ്പിലല്ല, അതിലും 20 dirhams കുറച്ചപ്പോൾ വേറെ സ്ഥാപനത്തിൽ പോയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ IMEI അതൊരു ഖത്തറിലുള്ള കസ്റ്റമർ അത്രത്തോളം ഞങ്ങൾ നിങ്ങളോട് പല ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം പറയാണ്, സാംസങ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് എടുക്കാനും TRI ആണെന്ന് ആൻഡ്രോയിഡ് ഫോൺ ഏത് ആൻഡ്രോയിഡ് ഫോണും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ TRI ഒക്കെ മാത്രമേ ഒഫീഷ്യൽ വാറണ്ടി UAE ഒഫീഷ്യൽ വാറണ്ടി കിട്ടണമെന്നല്ല, TRI ഒക്കെ മാത്രമേ കിട്ടൂ. വേറെ ഒരു കൺട്രീന്റെ സ്ഥാനത്തിലോ അതേപോലെ TRI അല്ലാത്ത വേറെ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് വാറണ്ടി സാംസങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പൈസ ചിലപ്പോൾ 50-100 കുറവുണ്ടാവും. എന്തായാലും നിങ്ങൾ വാങ്ങണം. അതിൻ്റെ കൂടെ 50-100 ചിന്തിക്കേണ്ട ആവശ്യമില്ല. 50-100 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 2-3 കാര്യങ്ങൾ റാമിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. റാം നിങ്ങൾക്ക് TRI ആണെങ്കിൽ അത് പക്ക TRI ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ റാം കിട്ടും. ബാക്കി കൺട്രിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞാണ് ചില സാധനം 12 GB റാമിന് പകരം 8 GB റാമൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഈ TRI ക്കില്ല. TRI നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ 12 GB റാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 12 GB റാം കിട്ടും. അത് സാംസങ്ങിൻ്റെ സാധനം മാത്രമല്ല ഏത് ബ്രാൻഡ് എടുക്കും TRI ചോദിച്ചു വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലെല്ലാം പറഞ്ഞു തോന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്നും കൂടി പറയണം, നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കും പ്രത്യേകം നമ്മൾ ഓഫർ ഉള്ളത് വേഗം വന്നോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും